നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നടപടി തുടങ്ങുന്നു. ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. അടിസ്ഥാനമാക്കുന്നത് 2002 വോട്ടർ പട്ടിക. ആധാർ ഉൾപ്പെടെ 12 രേഖകളിൽ ഒന്ന് നൽകാം. 20 രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേരും. ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. ന്യൂനപക്ഷ സംഗമം മാത്രമല്ല, 33 വകുപ്പുതല സംഗമങ്ങളാണ് നടത്തുന്നതെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സർക്കാരിന് പേടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. വീഴ്ച സമ്മതിച്ച് ദേവസ്വം ബോർഡ്. CPI-യിൽ കടുംവെട്ട്. മുതിർന്ന നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തിന് പുറത്ത്. നിർണായകമായത് പ്രായപരിധിയും വിഭാഗീയതയും. അതൃപ്തി തുറന്നു പറഞ്ഞ ES ബിജിമോളും GS ജയലാലും. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. വരുംകാല പോരാട്ടങ്ങളിൽ വീറോടെ പൊരുതുമെന്ന ബിനോയ് വിശ്വം. കുവൈറ്റിൽ സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം. 145 കിലോ ഹാഷിഷുമായി ഇന്ത്യൻ പ്രവാസി സ്ത്രീ പിടിയിൽ. മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയിലെ 2 പേരും പോലീസ് കസ്റ്റഡിയിൽ. കുവൈറ്റിലെ പുതിയ താമസ നിയമത്തിലെ ആദ്യ കേസിൽ പ്രവാസി തൊഴിലാളിക്ക് അനുകൂല വിധി. ശമ്പള കുടിശ്ശിക നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനി ഉടമയ്ക്കെതിരെ നടപടി. 5000 ദിനാർ പിഴ ചുമത്തി. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് തുടക്കമാകുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ. ഡിജിറ്റൽ പരിശോധന തിങ്കളാഴ്ച ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഷ്കരണ നടപടികൾ പൂർത്തിയാക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. രാജ്യത്താകമാനം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും പരിഷ്കരണ നടപടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലെന്നും യോഗ്യരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സംബന്ധിച്ച് ഈ മാസം 20-ന് ബോധവൽക്കരണം നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. പുതിയതായിട്ടുള്ള ഒരു ഇലക്ട്രൽ റോളിന് നമ്മൾ രൂപം നൽകുന്നു. അതായത് ഓരോരോ BLO എനുമറേഷൻ ഫോം വഴി ഓരോരോ വീട്ടിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ഒരു പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ റോള് ഇതിനാണ് രൂപം നൽകിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 2002 ഉണ്ടായിരുന്ന 80% ആൾക്കാരുടെ പേര് വിവരങ്ങൾ ഓൾറെഡി 2025 നിലവിലുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാർക്ക് വേറെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കേരളയുടെ സിനാരിയോയിൽ നമുക്ക് കാണാൻ സാധിക്കാം. 20-ാം തീയതി നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശിച്ച ആധാർ അടക്കം 12 രേഖകൾ വോട്ടർ പട്ടിക പുതുക്കലിന് തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. ബീഹാറിൽ പൂർത്തീകരിച്ച സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാനത്തും പരിഷ്കരണം നടപ്പാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നുവെന്നതിൽ വിശദീകരണവുമായി ന്യൂനപക്ഷ വകുപ്പ് രംഗത്ത്. ന്യൂനപക്ഷ സംഗമം മാത്രമല്ല, 33 വകുപ്പുതല സംഗമങ്ങളാണ് മന്ത്രിസഭാ തീരുമാനപ്രകാരം നടത്തുന്നതെന്നാണ് വിശദീകരണം. ഒക്ടോബർ 1 മുതൽ 30 വരെയാണ് വിവിധ ജില്ലകളിൽ വകുപ്പുതല സെമിനാറുകൾ നടത്തുന്നത്. സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തുന്ന സംഗമത്തെ എതിർക്കുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് ന്യൂനപക്ഷ സംഗമങ്ങൾ മാത്രമല്ല എല്ലാ വകുപ്പുകളുടെയും സെമിനാറുകൾ സംഘടിപ്പിക്കാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഉത്തരവ് പുറത്തുവന്നത്. ഒക്ടോബർ 1 മുതൽ 30-ാം തീയതി വരെ വിവിധ ജില്ലകളിൽ വകുപ്പുതല സെമിനാറുകൾ എന്ന പേരിൽ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നിലവിൽ കൊച്ചിയിലാണ് ന്യൂനപക്ഷ വകുപ്പ് സംഗമം സംഘടിപ്പിക്കുന്നത്. ഓരോ വകുപ്പിന്റെയും ഭാവി പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിനായാണ് വിഷൻ 2031 എന്ന ലക്ഷ്യത്തോടെ വിവിധ സംഗമങ്ങൾ നടത്തുന്നത്. 500 മുതൽ 1000 വരെ ക്ഷണിതാക്കൾ ഓരോ സംഗമത്തിലും പങ്കെടുക്കും. ഓരോ വകുപ്പ് മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതേസമയം വിവിധ കോണുകളിൽ നിന്നും സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിന് എതിർപ്പുകളും ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ സംഗമങ്ങൾ നടത്തുന്നതെന്നും
സംഗമത്തിലൂടെ സർക്കാർ പരിഹാസ്യരാകുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. അന്ന് ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തും. എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസപാത്രമാവും. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി. ന്യൂനപക്ഷ സംഗമത്തെ വിമർശിച്ച് മുസ്ലിം ലീഗും രംഗത്തെത്തി. പിണറായി സർക്കാരിന്റെ കാലത്തെ ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ന്യൂനപക്ഷ സംഗമത്തെ പ്രതിരോധിക്കാനാണ് ലീഗിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ബിനോയ് വിശ്വം നയിക്കും. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് ഐക്യകണ്ഠമായാണ് ബിനോയ് വിശ്വത്തിനെ തെരഞ്ഞെടുത്തത്. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് 2023 ഡിസംബർ 10-നാണ് രാജ്യസഭാംഗമായിരിക്കെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്തത്. ഒരു സമ്മേളനത്തിൽ ആദ്യമായി സംസ്ഥാന സെക്രട്ടറി ചുമതലയിലേക്ക് എത്തുന്നത് ഇതാദ്യം. സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരുടെയും പേര് ഉയരാൻ ഇടയില്ലെന്ന് കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ വ്യക്തമായിരുന്നു. ഇസ്മയിൽ പക്ഷവും K. പ്രകാശ് ബാബു അനുകൂലികളും സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റാരെയും നിർദ്ദേശിച്ചില്ല. ഇതോടെ സെക്രട്ടറി ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാണെന്നും അക്കാര്യത്തിൽ പിടിവാശിയില്ലെന്നും ബിനോയ് വിശ്വം സമ്മേളനത്തിൽ സൂചിപ്പിച്ചിരുന്നു. സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പാർട്ടി സെക്രട്ടറി അച്ചടക്കവും ലക്ഷ്യബോധവുമുള്ള കമ്മ്യൂണിസ്റ്റായി ചുമതല തുടരുമെന്നും മതനിരപേക്ഷതയെ രക്ഷിക്കേണ്ട കാലത്ത് വരുംകാല പോരാട്ടങ്ങളിൽ വീറോടെ പൊരുതുമെന്നും കൂട്ടിച്ചേർത്തു. ഉൾപാർട്ടി പോരും സർക്കാരിന്റെ ചില നിലപാടുകളിൽ വിരുദ്ധ മനോഭാവവും പ്രവർത്തകർക്കിടയിൽ പുകയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തേക്ക് ബിനോയ് വിശ്വം ഒരിക്കൽ കൂടി എത്തുന്നത്. തൃശൂരിലുണ്ടായ പരാജയം വലിയ മുറിവായി അവശേഷിക്കുമ്പോൾ ജാഗ്രത കുറവുകൾ പരിശോധിച്ച് BJPയുടെ വളർച്ചയ്ക്ക് തടയിടുവാൻ ഇടതുപക്ഷ ഐക്യം കെട്ടിപ്പടുക്കുക എന്നതാകും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ബിനോയ് വിശ്വം നേരിടുന്ന പ്രധാന വെല്ലുവിളി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പാർട്ടിയെ ഒരു കുടക്കീഴിൽ അണിനിരത്തി ജനഹിതത്തിനൊപ്പം അണിചേരുക എന്നതും കനത്ത വെല്ലുവിളി തന്നെ. നിലവിൽ CPI കേന്ദ്ര കമ്മിറ്റി അംഗവും AITUC വർക്കിംഗ് പ്രസിഡന്റുമായ ബിനോയ് വിശ്വം CPI മുഖപത്രമായ ന്യൂ ഏജിന്റെ പത്രാധിപരുമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ രേഖകൾ പിടിച്ചെടുക്കണം. മുൻപ് എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നതടക്കം കോടതി പരിശോധിക്കും. അനുമതിയില്ലാതെ സ്വർണം കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡ് വീഴ്ച സമ്മതിച്ചു. അയ്യപ്പ സംഗമം നടത്തുന്നതിലെ സർക്കാരിന്റെ കാപട്യം BJP നേരത്തെ തുറന്നുകാട്ടിയതാണെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ. തെരഞ്ഞെടുപ്പിന് വേണ്ടി ശബരിമലയുടെ പേരിൽ പണപ്പിരിവ് നടത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ നടത്താൻ പോകുന്ന ന്യൂനപക്ഷ സംഗമം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള സർക്കാർ ശ്രമമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതുവരെ ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും V. മുരളീധരൻ പറഞ്ഞു. അവർക്ക് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഒരു ലോക കേരള സഭയുടെ മറ്റൊരു പതിപ്പ്, ആ പതിപ്പ് പമ്പയിൽ സംഘടിപ്പിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവിനുള്ള ഒരു മാർഗമാക്കിയിട്ട് അയ്യപ്പ സംഗമത്തെ മാറ്റാൻ പോകുന്നു എന്നുള്ള ആശങ്കയാണ് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം അതിലും ഹീനമായിട്ടുള്ളൊരു തന്ത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് വ്യക്തമാവുകയാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു. കുവൈറ്റിൽ ജയിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കച്ചവടം. 145 കിലോഗ്രാം തൂക്കം വരുന്ന ഹാഷിഷുമായി ഇന്ത്യക്കാരിയായ സ്ത്രീ പിടിയിലായി. ഇവർക്കൊപ്പം സെൻട്രൽ ജയിലിലെ തടവുകാരിയായ പൗരത്വരഹിത സ്ത്രീയെയും സ്പോൺസറിൽ നിന്നും ഒളിച്ചോടിയ ബംഗ്ലാദേശി വനിതയെയും സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായ ഇന്ത്യക്കാരിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ മയക്കുമരുന്ന് കടത്ത് പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും പങ്കാളികളുമായി ആശയവിനിമയം നടത്തുന്നതിനും ഉപയോഗിച്ച ഒരു മൊബൈൽ ഫോൺ തടവുകാരി
കസ്റ്റഡിയിൽ നിന്നും പിടിച്ചെടുത്തു. ജയിലിന് പുറത്ത് കഴിയുന്ന 2 സ്ത്രീകളുമായി ഏകോപനം നടത്തി താൻ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന കാര്യം ചോദ്യം ചെയ്യലിൽ ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. സെൻട്രൽ ജയിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് പിടിയിലായവർ. കുവൈറ്റിൽ പുതുതായി പ്രാബല്യത്തിൽ വന്ന താമസ നിയമപ്രകാരമുള്ള ആദ്യ കേസിൽ പ്രവാസി തൊഴിലാളിക്ക് അനുകൂല വിധി. പ്രവാസി തൊഴിലാളിയുടെ ശമ്പള കുടിശ്ശിക അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയ കമ്പനി ഉടമയ്ക്കെതിരെ കോടതി 5000 ദിനാർ പിഴ ചുമത്തി. പുതിയ താമസ നിയമപ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ലൈസൻസ് ഇല്ലാതെ വിദേശികളെ റിക്രൂട്ട് ചെയ്യുന്നതും അയാളെ 3ാം കക്ഷിക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിർബന്ധിക്കുന്നതും തൊഴിലാളിയുടെ ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്നതും റിക്രൂട്ട് ചെയ്യപ്പെട്ട തൊഴിലിന് പകരം മറ്റൊരു തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നതും ശിക്ഷാർഹമാണ്. വിദേശികളുടെ താമസ നിയമവുമായി ബന്ധപ്പെട്ട നിയമപ്രകാരം തൊഴിലുടമയെ ശിക്ഷിക്കണമെന്ന പബ്ലിക് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചത്. UAE രാഷ്ട്രപതി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി. സലാല റോയൽ വിമാനത്താവളത്തിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് UAE പ്രസിഡന്റിനെ സ്വീകരിച്ചു. UAE ഉപരാഷ്ട്രപതിയും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരുൾപ്പെടെയുള്ള ഉന്നതതല സംഘവും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനൊപ്പം ഉണ്ടായിരുന്നു. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിന് മേൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് UAE പ്രസിഡന്റിന്റെ ഒമാൻ സന്ദർശനം. സൗദിയിലെ ദമാമിൽ പരിസ്ഥിതി നിയമം ലംഘിച്ചതിനെ തുടർന്ന് ഇന്ത്യക്കാരനായ പ്രവാസിയെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. കിഴക്കൻ പ്രവിശ്യയിലെ നിരോധ സ്ഥലത്ത് കോൺക്രീറ്റ് ഉപേക്ഷിച്ച് പരിസ്ഥിതി മലിനമാക്കുകയും മണ്ണിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത ഇന്ത്യക്കാരനെയാണ് അറസ്റ്റ് ചെയ്തത്. മണ്ണിനെ ദോഷകരമായി ബാധിക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാ കുറ്റങ്ങൾക്കും 1 കോടി റിയാൽ വരെ പിഴ ലഭിക്കുമെന്ന് പരിസ്ഥിതി സുരക്ഷാ സേന ചൂണ്ടിക്കാണിച്ചു. രൂപയുടെ മൂല്യത്തകർച്ച നേട്ടമാക്കി ഗൾഫ് പ്രവാസികൾ ഒരു UAE ദിർഹത്തിന് 24 രൂപ 4 പൈസ എന്ന നിരക്കിൽ ഇന്നലെ വരെ വിനിമയം നടന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29-നാണ് ചരിത്രത്തിൽ ആദ്യമായി UAE ദിർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 24 കടക്കുന്നത്. പിന്നീട് രൂപ നില മെച്ചപ്പെടുത്തി 23 രൂപ 95 പൈസ എന്ന നിലയിലെത്തിയെങ്കിലും ഈ മാസം 9-ന് വിനിമയ നിരക്ക് 24-ന് മുകളിലേക്ക് എത്തിയിരുന്നു. അവസരം പ്രയോജനപ്പെടുത്തി ലുലു എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള ധനവിനിമയ സ്ഥാപനങ്ങൾ വഴി നാട്ടിലേക്ക് പണം അയക്കാനുള്ള പ്രവാസികളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി പരിമിത ത്രിപാഠിയെ നിയമിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 2001-ലെ IFS ബാച്ചിലെ ഉദ്യോഗസ്ഥയായ പരിമിത ത്രിപാഠി നിലവിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ്. ഇവർ ഉടൻ തന്നെ ചുമതലയേൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കുവൈറ്റിലേക്ക് ആദ്യമായാണ് ഒരു വനിതയെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കുന്നത്. നിലവിലെ സ്ഥാനപതി ഡോക്ടർ ആദർശ് സോയ്ക്കയെ കെനിയയിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായി നിയമിച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് നിയമനം. തങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം പൊതുതാൽപര്യമാണെന്നും അവ നേടാനും പൂർത്തീകരിക്കാനും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നുവെന്നും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ. സൽമാൻ രാജാവിനു വേണ്ടി ശുറ കൗൺസിലിന്റെ 9ാം സമ്മേളനത്തിന്റെ 2ാം വാർഷികത്തിന്റെ ഉദ്ഘാടന വേളയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്ലാമിക നിയമം ഉയർത്തിപ്പിടിക്കുക, നീതി സ്ഥാപിക്കുക, കൂടിയാലോചന നടത്തുക എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഉറച്ച തത്വങ്ങളിൽ 3 നൂറ്റാണ്ടുകളായി രാജ്യം സ്ഥാപിതമാണെന്നും കിരീടാവകാശി പറഞ്ഞു. വീടുകൾക്കുള്ളിലും കൃഷിത്തോട്ടം എന്ന ആശയവുമായി ദുബായിലുള്ള ഒരു കൂട്ടം മലയാളി സംരംഭകർ. മസ്ര കെയർ എന്ന സ്ഥാപനമാണ് വീടുകൾക്കും വിദ്യാലയങ്ങൾക്കും ഉള്ളിൽ ചെറുകിട കൃഷിത്തോട്ടം എന്ന പദ്ധതിക്ക് പിന്നിൽ. ആവശ്യമനുസരിച്ച് രൂപകൽപ്പന ചെയ്ത സംവിധാനങ്ങളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിൽ വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും ഓഫീസുകൾക്കുമുള്ളിൽ കൃഷി നടത്താമെന്ന ആശയമാണ് ദുബായിൽ നടന്ന വെർട്ടിക്കൽ ഫാമിംഗ് മേളയിൽ മസ്ര കെയർ എന്ന പേരിലുള്ള മലയാളികളുടെ സംരംഭം അവതരിപ്പിച്ചത്. തൃശൂർ സ്വദേശിയായ ശരത് ശങ്കറാണ് കമ്പനിയുടെ CEO. താമസ കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലും ഓഫീസുകളിലുമൊക്കെ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇതെന്ന് അണിയറക്കാർ പറയുന്നു. ചെറുകിട വെർട്ടിക്കൽ ഫാമിങ്ങിന് ആവശ്യമായ പിന്തുണ മസ്ര കെയർ നൽകും. ആവശ്യമായ സാമഗ്രികൾ, വിത്തുകൾ, പരിശീലനം എന്നിവ കൂടാതെ വാർഷിക പരിപാലനം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ മസ്ര കെയർ നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനാണ്. അതായത് ആദ്യം ഈ അഗ്രികൾച്ചർ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് അതിലൂടെ പിന്നെ ഒരു എഡ്യൂക്കേഷനും നടക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും 18 ഡിഗ്രി to 24 ഡിഗ്രി
ടെമ്പറേച്ചറിൽ ഇൻഡോറിൽ അറൗണ്ട് 120+ ക്രോപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡയറക്ടർ ജാമിൽ മുഹമ്മദ്, പ്രൊജക്ട് മേധാവി NA ഷാനിൽ, പ്രൊജക്ട് കോർഡിനേറ്റർ P മുരളീധർ എന്നിവരാണ് മസ്ര കെയറിന്റെ പിന്നണിയിലുള്ളത്. അമൃത ന്യൂസ്, ദുബായ്. തൃശൂർ ജില്ലയിലെ CPM ജില്ലാ സംസ്ഥാന നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിക്കുന്ന DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദ സംഭാഷണം പുറത്ത്. കപ്പലണ്ടി വിറ്റ് നടന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ കോടിപതിയായെന്നും നിലവിലെ സംസ്ഥാന കമ്മിറ്റി അംഗമായ AC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ് എന്നും DYFI ജില്ലാ കമ്മിറ്റി അംഗമായ നിവിൻ ശ്രീനിവാസനുമായി നടത്തിയ സംഭാഷണത്തിൽ ശരത് പറയുന്നു. CPM-ലെ ഉന്നത നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരത് പ്രസാദിന്റെ സംഭാഷണം. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും AC മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ്സ് എന്നും ശരത് പറയുന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ പേരും പുതുക്കാട് MLA KK രാമചന്ദ്രന്റെ പേരും സംഭാഷണത്തിൽ വരുന്നുണ്ട്. CPM-ന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവൽ മാറും. ഇവരുടെ ഇൻട്രാക്ഷൻ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സ് രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടിയാണെന്ന് അയാൾ കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് ഓടാനോടി വെച്ചാൽ AC നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ AC മൊയ്തീൻ, കണ്ടംകുളത്ത്. അതേസമയം ശരത്തിന്റെ പുറത്തുവന്ന സംഭാഷണം വർഷങ്ങൾക്ക് മുൻപുള്ളതാണെന്നും അതിൽ പറയുന്ന കാര്യങ്ങളിലൊന്നും അടിസ്ഥാനമില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ശരത്തിനോട് വിശദീകരണം തേടുമെന്നും സംഭാഷണം അനുചിതമാണെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ശരത്തുമായി സംസാരിക്കുകയും നടത്തറയിലെ സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ആരോപണം ഉന്നയിക്കുകയും ചെയ്ത നിബിൻ ശ്രീനിവാസനെ CPM നടത്തറ വെസ്റ്റ് LC അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ശരത്തിന്റെ സംഭാഷണത്തിൽ ഞെട്ടലില്ല എന്ന കോൺഗ്രസ് നേതാവ് അനിലക്കര പ്രതികരിച്ചു. ശരത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണെന്നും CPM നേതാക്കളുടെ അനധികൃത സമ്പാദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവനേതാക്കൾ അനുവദിക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് അനിലക്കര പറഞ്ഞു. തൃശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ്. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയാണെന്ന BJP നേതാവ് MT രമേശും പ്രതികരിച്ചു. തൃശൂർ ജില്ലയിലെ CPM നേതൃത്വം ഒരു വലിയ അധോലോക മാഫിയ സംഘമാണ് എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായി സമ്മതിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേസമയം സംഭവം വാർത്തയായതോടെ തന്റെ ഓഡിയോ സന്ദേശത്തിന്റെ ആധികാരികത ദുരൂഹമാണെന്ന വാദവുമായി ശരത് പ്രസാദ് രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ശരത്തിന്റെ ന്യായീകരണം. അമൃത ന്യൂസ്, തൃശൂർ. മഞ്ഞുമൽ ബോയി സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. കൊച്ചി സിറ്റി അഡ്മിൻ DCP വിനോദ് പിള്ളയ്ക്കാണ് അന്വേഷണ ചുമതല. 2 ACPമാരും സംഘത്തിലുണ്ട്. പ്രത്യേക സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ DGPക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. കേസിൽ പ്രതികളെ സഹായിച്ചെന്ന ആരോപണം നേരിട്ട മരട് SIയെ സ്ഥലം മാറ്റിയിരുന്നു. SI KK സജീഷിനെയാണ് എറണാകുളം വെസ്റ്റ് ട്രാഫിക് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത്. സൗബിൻ ഷാഹിർ ഉൾപ്പെട്ട കേസിൽ ബാങ്ക് ഇടപാടുകളുടെ പ്രധാന രേഖകൾ ഫയലിൽ നിന്ന് എടുത്തു മാറ്റിയതിനായിരുന്നു നടപടി. ഡെറാഡൂണിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാന്റെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. തിരുവനന്തപുരം നേമം സ്വദേശിയായ ബാലുവിനെ ബുധനാഴ്ച മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് പാപ്പനംകോട്ടെ വാടക വീട്ടിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ശാന്തി കവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ടതെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ കുടുംബത്തിന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരാനുണ്ട്. ജയ്പൂരിൽ ഹവീൽദാർ ആയിരുന്ന ബാലു ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ പാസ്സായി. ലഫ്റ്റനന്റ് പദവിക്കായുള്ള പരിശീലനത്തിനായാണ് ഡെറാഡൂണിലേക്ക് എത്തിയത്. അർഷിതയാണ് ഭാര്യ. അബിൻ ബാലു, അയാൻ ബാലു എന്നിവർ മക്കളാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് 560 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 81,600 രൂപയാണ്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം ഏറ്റവും കുറഞ്ഞത് ഒരു പവൻ ആഭരണത്തിന് 91,000 രൂപയ്ക്ക് മുകളിൽ നൽകണം. നിലവിൽ 1 ഗ്രാം സ്വർണത്തിന് 10,200 രൂപയാണ്. അതേസമയം സ്വർണത്തിന്റെ വിലക്കയറ്റം
കച്ചവടം കുറയ്ക്കുമെന്ന് സ്വർണ്ണ വ്യാപാരികൾ. സാധാരണക്കാർക്ക് സ്വർണം വാങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. സ്വർണം വാങ്ങുന്നതിന്റെ അളവ് പലരും കുറച്ചിട്ടുണ്ട്. നികുതി ഘടനയിൽ ഉൾപ്പെടെ ഇളവ് നൽകി സർക്കാർ സഹായിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. സ്വർണ്ണവില ഉയർന്നാൽ വ്യാപാരികൾക്ക് വൻതുക ലാഭം ലഭിക്കുമെന്നത് പ്രചാരണം മാത്രമാണെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗാഡ്ജറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ഐഫോൺ 17 സീരീസിന്റെ പ്രീ ഓർഡർ UAEയിൽ ആരംഭിച്ചു. പ്രമുഖ ഇലക്ട്രോണിക് സ്റ്റോറുകളിലും ടെലികോം സേവനദാതാക്കളും ഐഫോൺ 17 പ്രീ ഓർഡർ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. 3399 ദിർഹം മുതലാണ് വില ആരംഭിക്കുന്നത്. പുതുതായി അവതരിപ്പിച്ച സ്ലിം ഫോണായ ഐഫോൺ 17 എയർ 4299 ദിർഹം മുതൽ ലഭിക്കും. 17 പ്രോയുടെ വില 4699 ദിർഹം മുതലും പ്രോ മാക്സ് 5099 ദിർഹം മുതലുമാണ് ലഭിക്കുന്നത്. പഴയ സ്മാർട്ട് ഫോണുകൾ മാറ്റി ഐഫോൺ 17 വാങ്ങാനുള്ള അവസരവുമുണ്ട്. ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ 14 നടക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓണപ്പൂരം എന്ന് പേരിട്ടിരിക്കുന്ന ആഘോഷ പരിപാടി ഷാർജ എക്സ്പോ സെന്ററിലാണ് അരങ്ങേറുക. നടൻ ജയറാം മുഖ്യാതിഥിയായി പങ്കെടുക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് CEO ഡോക്ടർ CJ റോയ്, RJ മിഥുൻ രമേശ്, ലക്ഷ്മി മിഥുൻ എന്നിവർ അടക്കമുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. നടൻ ജയറാമിന്റെ നേതൃത്വത്തിലുള്ള വാദ്യമേളത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. നടൻ റംസാന്റെ നേതൃത്വത്തിൽ നൃത്ത പരിപാടികൾ, നരേഷ് അയ്യർ, ഹനാൻ ഷാ എന്നിവരുടെ സംഗീത പരിപാടിയും അരങ്ങേറും. IPA സ്ഥാപകൻ AK ഫൈസൽ, റിയാസ് കിൽട്ടൺ, അയൂബ് കല്ലട, യൂനസ് തണൽ എന്നിവർ ഉൾപ്പെടെ IPA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. UAEയുടെ സുസ്ഥിര നീക്കങ്ങൾക്ക് പിന്തുണയുമായി സൗരോർജ്ജ പദ്ധതി അവതരിപ്പിച്ച് ലുലു ഗ്രൂപ്പ്. പോസിറ്റീവ് സീറോ ഗ്രൂപ്പുമായി സഹകരിച്ചാണ് UAEയിലെ ലുലു കേന്ദ്രങ്ങളിൽ സോളാർ റൂഫ്ടോപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് അൽവർക്ക, ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക്, റാഷിദിയ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ, ലുലു സെൻട്രൽ ലോജിസ്റ്റിക്സ് സെന്റർ, ലുലുവിന്റെ ദുബായ് റീജിയണൽ ഓഫീസ് എന്നിവിടങ്ങളിലാണ് സോളാർ റൂഫ് ടോപ്പ് സ്ഥാപിച്ചത്. ഇതിലൂടെ 37 മില്യൺ കിലോവാട്ടിലധികം ക്ലീൻ എനർജി ഉൽപ്പാദിപ്പിക്കാനാകും. 25,000 ടണ്ണോളം കാർബൺ എമിഷൻ കുറയ്ക്കാനും പദ്ധതി സഹായിക്കും. 4 ലക്ഷത്തിലധികം പുതിയ ചെടികൾ നടുന്നതിന് തുല്യമാണ് ഇത്. 6000 ഗ്യാസോലിൻ വാഹനങ്ങൾ നിരത്തുകളിൽ നിന്ന് ഒഴിവാകുന്നതിനും 9000 ടൺ മാലിന്യ നിർമ്മാർജ്ജനത്തിനും സമാനമാണ് പദ്ധതിയുടെ ഫലം. 58,000 ബാരൽ എണ്ണ സംരക്ഷണത്തിനും പദ്ധതി സഹായകരമാകും. പദ്ധതിയുടെ ധാരണാപത്രം ദുബായിൽ നടന്ന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA, പോസിറ്റീവ് സീറോ ചെയർമാൻ അബ്ദുൽ ഗാഫർ ഹുസൈൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ബിസിനസ് ഡെവലപ്മെന്റ് റീജിയണൽ ഡയറക്ടർ ഹുസൈഫ മൂസ രൂപവാല, പോസിറ്റീവ് സീറോ CEO ഡേവിഡ് ഔറായു എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചു. UAEയുടെ സുസ്ഥിരതാ നീക്കങ്ങൾക്കും നെറ്റ് സീറോ 2050 ലക്ഷ്യങ്ങൾക്കും പിന്തുണ നൽകുന്നതിനായാണ് പദ്ധതിയെന്നും ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ലുലു എന്നും ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം MA പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്. തിരുവനന്തപുരം ചുള്ളിമാനൂർ സ്വദേശി ബിന്ദുവിനെതിരായ പേരൂർക്കട പോലീസിന്റെ വ്യാജമാല മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്ത്. പോലീസിന്റെ വീഴ്ച വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പേരൂർക്കട SHO ശിവകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചുള്ളിമാനൂർ സ്വദേശി ബിന്ദു മോഷ്ടിച്ചതായി പറയുന്ന മാല സോഫക്കടിയിൽ നിന്നും ലഭിച്ച കാര്യം പരാതിക്കാരി ഓമന ഡാനിയലും മകളും SI പ്രസാദിനോട് പറഞ്ഞിരുന്നു. SIയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഓമന ഡാനിയൽ കള്ളം പറഞ്ഞത്. ചവറുകൂനയിൽ നിന്നും മാല കിട്ടിയതായി പറഞ്ഞാൽ മതിയെന്ന് SI അറിയിച്ചു. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്ന് പരാതിക്കാരിയുടെ മകൾ നിധി ഡാനിയൽ പറയുന്നു. ഗ്രേഡ് SI എഡ്വിനാണ് മൊഴി എഴുതി നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാല ലഭിച്ചതായി ഓമന ഡാനിയൽ അറിയിച്ചതിന് ശേഷം സ്റ്റേഷനിലുണ്ടായിരുന്ന CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും SI ഉൾപ്പെടെയുള്ള സ്റ്റേഷനിലെ ജീവനക്കാർക്ക് എതിരാണ്. മാല തിരികെ ലഭിച്ചതായും ഇനി എന്തു ചെയ്യുമെന്ന് SI പ്രസാദ് ചോദിക്കുന്നതും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പേരൂർക്കട SHO ശിവകുമാർ, പരാതിക്കാരി ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ ഒരു രാത്രി സ്റ്റേഷനിൽ തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചതിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബിന്ദു മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള DYSP വിദ്യാധരനാണ് അന്വേഷണം നടത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി കുടുംബം രംഗത്ത്. 7 വയസ്സുകാരന് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടതിനു പിന്നാലെ കൈപ്പത്തി പഴുത്തു വ്രണമായി. മതിയായ ചികിത്സ നൽകിയില്ലെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം പറയുന്നു.
2 മുൻപാണ് സൈക്കിളിൽ നിന്നും വീണ് കൈക്ക് പരിക്കേറ്റ മനുവിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പരിശോധനകൾക്ക് ശേഷം കയ്യിൽ പ്ലാസ്റ്റർ ഇടുകയും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കുട്ടിക്ക് കയ്യിൽ നീരും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നിർദ്ദേശം. നമ്മളെ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ കൈക്ക് ചതവായിട്ടാണ് നമ്മൾ അവിടെ ചെന്നത്. നമുക്കത് അറിയത്തില്ല. അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ അമ്മേനെ കാഷ്വാലിറ്റി ചെന്ന് OP ടിക്കറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കൈക്ക് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. നമ്മുടെ എക്സ്റേ എടുത്തുകൊണ്ട് തെളിവ് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ആ ആള് ഓർത്തോടെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ വിളിച്ച് കാണിച്ച് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈക്ക് പൊട്ടലുണ്ട്, അതുകൊണ്ട് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞു. ആ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ചൊവ്വാഴ്ച കൊണ്ടുവന്ന് ഓർത്തോ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നമ്മളത് ഓർത്തോ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പൊ ഡോക്ടർ അത് നോക്കിയിട്ട് പറഞ്ഞു കുഞ്ഞല്ലേ, അസ്ഥികരിച്ച പിന്നെ വലിയ ഇതൊന്നുമില്ല, അത് കിടക്കട്ടെ, നമുക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റാം മനോജെന്ന് പറഞ്ഞു. നമ്മളത് കേട്ട് തിരിച്ചിഞ്ഞു പോന്നു. പിറ്റേ ആ ചൊവ്വാഴ്ച അടുക്കാറായപ്പോഴത്തേക്ക് അന്ന് കൈക്ക് നല്ല വേദനയായി, നീരുമായി, പഴുപ്പായി. അത് നമ്മൾ വീണ്ടും അവിടെ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ അവര് ഉടനെ കോട്ടയത്തേക്കാണെങ്കിൽ നമുക്ക് എഴുതി തന്നെ, നിങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി, ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, ഇത് അടിച്ചു കണ്ടേ പറ്റുമോ. നമ്മൾ നിൽക്കുന്ന ഒരു ഓർത്തോടെ ഡോക്ടർ സാറിന്റെ കൂടെ സാറുമായിട്ട് സംസാരിച്ചു. സാറിന് അപ്പം കുഞ്ഞിന്റെ കൈ കാണണമെന്ന് പറഞ്ഞു. ആ സാറിന് കുഞ്ഞിന്റെ കൈയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞാൽ അത് പൊട്ടിക്കാൻ പറഞ്ഞു, പ്ലാസ്റ്റർ പൊട്ടിച്ച് കളയാൻ പറഞ്ഞു. അപ്പൊ അവർ സമ്മതിച്ചില്ല. പിന്നെ ഡോക്ടർ അവർ മേഡം സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊട്ടിച്ചു കഴിയുമ്പോൾ പഴുപ്പ് നിന്നില്ല, കൈ വികൃത രൂപമായി. ആശുപത്രിയിൽ നിന്നും കുട്ടിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്ഥിതി വഷളായതോടെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചു. പ്ലാസ്റ്റർ അഴിച്ചു കാണിക്കാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ തയ്യാറായില്ലെന്നും മറ്റൊരു ഡോക്ടറുടെ നിർബന്ധത്തെ തുടർന്ന് മാത്രമാണ് പ്ലാസ്റ്റർ നീക്കം ചെയ്തതെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ല എന്ന് കുട്ടിയെ ചികിത്സിച്ച പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ പ്രതികരിച്ചു. കുഞ്ഞാണ്, നീരുണ്ട്, വേദനയുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ അസ്ഥിയുടെ കേസിൽ എല്ലാ പൊട്ടലും പ്രകടമായിട്ട് തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. കാരണം കുട്ടികളുടെ അസ്ഥി പച്ചക്കുമ്പല്ല, ചതഞ്ഞിരിക്കത്തില്ല, ഒടിഞ്ഞു മാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുൻകരുതൽ നിനക്ക് എപ്പോഴും ഒരു പ്ലാസ്റ്റർ, എൻ്റെ കേസിൽ ഞാൻ പ്ലാസ്റ്റർ ഇടാൻ പറയാറുണ്ട്. അപ്പം പ്ലാസ്റ്റർ ഇട്ടു. അതിനുശേഷം അടുത്ത എൻ്റെ OP ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച എന്നെ OP കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞത്. 2 അമൃത ന്യൂസ് പത്തനംതിട്ട. 20ാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് നാളെ ടോക്കിയോയിൽ തുടക്കം. കോവിഡിനെ തുടർന്ന് ഒരു വർഷം വൈകി 2021 നടന്ന ഒളിമ്പിക്സിന് ശേഷം ജപ്പാൻ ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന മത്സരമാണിത്. ടോക്കിയോയിലെ നാഷണൽ സ്റ്റേഡിയമാണ് ഇക്കുറി പ്രധാന മത്സരവേദി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.